എന്റെ ആചാര്യൻ പറഞ്ഞതിലപ്പുറം സന്യാസത്തെക്കുറിച്ചും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഞാൻ സന്യാസിയാണെന്ന് തോന്നിയെങ്കിൽ അതെന്റെ സന്യാസമാണ്. നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് തോന്നുന്നുവോ അതാണ് നിങ്ങളുടെ ഞാൻ. അതായി എന്നെ സ്വീകരിക്കുക. അതിനപ്പുറം അതിനെക്കുറിച്ചും എനിക്ക് അഭിമാനിക്കാനില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനാവും. ഇതിലപ്പുറം വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുന്നതൊക്കെ വിശ്വസിക്കുക. എന്തെന്നെക്കുറിച്ച് കേൾക്കുന്നുവോ അതൊക്കെ ഏതോ ജന്മങ്ങളിലെ എന്നെക്കുറിച്ച് തന്നെയാണ്. അതെല്ലാം എനിക്ക് ചേർന്നതുമാണ്. ഒന്നും എനിക്ക് വിരോധം. പഠിക്കുന്ന കാലത്തും ആചാര്യന്റെ അടുക്കൽ പഠിക്കുന്ന കാലത്തും പലപ്പോഴും കൂടെയുള്ളവർ അവരുടെ ദൃഷ്ടിയിലൂടെയാണ് എന്നെ കണ്ടിരുന്നത്. അതിനെയൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. ഇത്രയും ദിവസത്തെ പരിചയം കൊണ്ടും തീരുമാനം എടുക്കരുത്. നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ പരിചയപ്പെട്ട വേറെ ആയിരങ്ങൾ, അവരുടെ പരിചയങ്ങളിലെ ഞാൻ മറ്റൊന്നായിരിക്കും. അതും നിങ്ങൾ വിശ്വസിക്കുക. കേൾക്കുമ്പോൾ അവരോടും തള്ളിപ്പറയരുത്. ഞങ്ങൾ കണ്ടത് ഇയാളെ അല്ലല്ലോ, ഇയാൾ ഞങ്ങളുടെ അവിടെ വന്നവൻ വേറെയാണ്. അത് നിങ്ങളുടെ സ്ഥലത്തിന്റെ മാഹാത്മ്യം കൊണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമിരിക്കാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തരും. നാളെയും മറ്റന്നാളും നമുക്കൊരല്പം സ്പീഡിൽ പോകേണ്ടി വരും. മഹാഭാരത യുദ്ധത്തിനല്ലെന്ന് ഗീത കൊണ്ട് നല്ലപോലെ സമർത്ഥിച്ച് അതിന്റെ അനന്തര ഭാഗം കൂടെ ഒന്ന് കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് അവസാനിപ്പിക്കാം. പാണ്ഡിത്യം മറ്റുള്ളവരോട് പറയാൻ കഴിയുകയും തന്റെ അനുഭവത്തിൽ അതില്ലാതെ വരികയും ചെയ്യുകയാണ് ദുഃഖം. കടുത്ത ദുഃഖമാണത്. കാരണം തെറ്റ്, ശരി ഇവയെ തന്റെ അന്തരംഗത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയുകയും തെറ്റായതിനെ തന്നെ ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോഴുള്ള മനസ്സിന്റെ സംഘർഷം. ഇത് ഭംഗിയായി കൃഷ്ണൻ ആദ്യത്തെ ശ്ലോകത്തിൽ 2-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിച്ചു. അർജുന, നീ പണ്ഡിതന്റെ മാതിരി പറയുന്നു. പണ്ഡിതന്റെ മാതിരി ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അയാൾ പാണ്ഡിത്യത്തെ അറിയണം, വാചികമായെങ്കിലും. പക്ഷേ തന്റെ പ്രവൃത്തിബദ്ധത്തിലേക്ക് ഏതൊരു പുരുഷാപരാധം കൊണ്ടാണോ ജീവൻ ഈ പ്രപഞ്ചത്തില് ബന്ധങ്ങളുള്ളവനായി തീർന്ന് കർമ്മങ്ങളിലേക്ക് വഴുതി വീഴുന്നത്, ആ കർമ്മങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരണ, അബോധം, അദൃഷ്ടം തന്റെ ജ്ഞാനത്തിനനുസരണമായിട്ടില്ലാതെ വരുന്നു. ഒരു ഭാഗത്ത് ജ്ഞാനം വാചികമായി വിളങ്ങി നിൽക്കുകയും മറുഭാഗത്ത് ആ ജ്ഞാനം തന്റെ അബോധത്തിൽ എത്തിച്ചേർന്ന് എല്ലാ കർമ്മത്തെയും നിയന്ത്രിക്കുകയും ചെയ്യാതെ വരിക. ഇവിടെ അർജുന, നീ ജ്ഞാനിയെ പോലെ നീ പറയണ്ട. എങ്ങനെയാണോ നീ ദുഃഖിതനായി കാണപ്പെടുന്നത് അതിനനുസരണമായി തന്നെ പറയുകയും കൂടി ചെയ്താൽ മതി എന്ന് പറയുന്നത് ശാസ്ത്രമാവില്ല. ദാർശനിക സവിശേഷതയിൽ നീ ഏതൊരു പാണ്ഡിത്യമാണോ വിളമ്പുന്നത് അതിനനുഗുണമായ ഒരു ജീവിത രീതിയെ സ്വീകരിച്ചാലും ഇത് പറയണം. ഇതിന് വരുന്ന ബുദ്ധിമുട്ട് അർജുനൻ എന്നല്ല സമസ്ത ജീവിക്കും. വേദാന്തത്തിന്റെ പ്രക്രിയ അഥവാ അനാത്മ വിവേകം ലഭിക്കാത്തതാണ്. ആത്മാവും അനാത്മാവുമായുള്ള വിവേകത്തെ ആദ്യം ലഭിക്കണം. അതിന് താൻ ആരാണ് എന്നറിയണം. അതറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ ഈ സമസ്യയൊന്നും മനസ്സിലാകാതെ പോകും. കോ ദേശഃ കാലഃ കോ ദേശഃ കാനിമിത്രാണി കശ്ചാഹം കാചമേ ശക്തി ഇതി ചിന്ത്യം മുഹുർ മുഹുർ. കാലഃ കാലത്തെക്കുറിച്ച് അറിയണം. കോ ദേശഃ ദേശവ്യവസ്ഥകളെ കുറിച്ചറിയണം. ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായി കാണുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളൊരു ബോധം അത്യന്താപേക്ഷിതമാണ്. അത് പോരാ. കാനിമിത്രാണി മിത്രമെന്തെന്നറിയണം. കശ്ചാഹം ഞാനാരാണെന്നറിയണം. കൗവയാഗമൗ കശ്ചാഹം ആറായിക്കൊണ്ട് ഭഗവാൻ പറയുന്നു നിത്യമേത് അനിത്യമേത്. അർജുന, നത്വേ വാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമ സർവേ വയമതപരം. ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല. രണ്ട് നെഗറ്റീവാ ഉപയോഗിക്കുന്നത്. അതിനുടനെ അർത്ഥം എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്നെടുത്താ പോരാ. ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല, നീ ഇല്ലാതിരുന്നിട്ടില്ല. ഞാൻ നാരായണനാണ്, അതുകൊണ്ട് ഞാൻ എന്നും ഉള്ളതാണ്. നീ നരനാണ് എന്നുമുള്ളതാണ് എന്ന് തെറ്റായ അർത്ഥം എടുക്കാതിരിക്കാൻ അടുത്തതും കൂടെ പറഞ്ഞു. ഇമേ ജനാധിപാഹ, ഈ രാജാക്കന്മാരാരുമില്ലാതിരുന്നിട്ടില്ല.
അത് നമ്മളാരും ഇല്ലാതെയാകുന്നുമില്ല. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന കാലത്തുണ്ടായിരുന്നു എന്ന് മാത്രമേ ആകൂ. കാലദേശാതീതമായി ഞാനുണ്ടായിരുന്നു, അനന്തമായുണ്ടായിരുന്നു, നീ അനന്തമായുണ്ടായിരുന്നു, ഈ രാജാക്കന്മാർ അനന്തമായുണ്ടായിരുന്നു, ഞാനും നീയും ഈ രാജാക്കന്മാരും അനന്തമായുണ്ടായിരിക്കുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ അർജുനനൊരു ചിന്ത വരും, ഏത് ഞാനാണ് ഉണ്ടായിരുന്നത്? അർജുനൻ എന്ന ഈ ഞാനോ, കൃഷ്ണൻ എന്ന ഈ ഭഗവാനോ? അപ്പൊ അർജുനന് കൃഷ്ണൻ ഇന്ന കാലത്ത് ഇന്നയാളിൽ ജനിച്ചവനാണ്. ആ കൃഷ്ണനിൽ നിന്ന് എന്തോ ഒന്ന് മാറിയിട്ട് ഏതോ ഒരു സത്ത അനാദിയായുള്ളതാണ്, അനന്തമായുണ്ടായിരിക്കാൻ പോകുന്നതാണ്. വിവേകം വരാൻ തുടങ്ങും. അപ്പൊ അനാദിയായുള്ളതും അനന്തമായുള്ളതും കൃഷ്ണനിലും അർജുനനിലും രാജാക്കന്മാരിലും ഏകമായുള്ളത് ആത്മാവാണ്. ആത്മാവിന്റെ അനശ്വരത ആദ്യത്തെ ശ്ലോകത്തിൽ അതുകൊണ്ട് പഠിപ്പിച്ചു. അതില് അജ്ഞാനം വന്ന് അജ്ഞാനത്താൽ പ്രേരിതരായി ജീവജാലങ്ങൾ ഭ്രമിക്കുമ്പോൾ ഈ കൗമാരവും യൗവനവും ജരയും ഒക്കെ മാറി മാറി വരുന്നത് എങ്ങനെയാണോ? ദേഹിനഃ അസ്മിൻ ദേഹേ, ദേഹി ആത്മാവ് എന്ന് പറയാനാവില്ല, ദേഹത്തോടു കൂടിയ ആത്മാവ്, അജ്ഞാനമുള്ള ആത്മാവ്. ആത്മാവിന് അജ്ഞാനമില്ല, ദേഹത്തിന് ദേഹാത്മബോധം വന്നത്. ആ ദേഹിക്ക് ഈ ദേഹങ്ങളിൽ എപ്രകാരമാണോ കൗമാരം, യൗവനം, ജര, തഥാ അതുപോലെയാണ് ദേഹാന്തരപ്രാപ്തി. അതിൽ ധീരന്മാർ ദുഃഖിക്കാറില്ല. അർജുന, നീ ദുഃഖിക്കുന്നു. അപ്പൊ അവസ്ഥാന്തരപ്രാപ്തി പോലെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തി. അവസ്ഥാന്തരപ്രാപ്തി പോലെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തി എങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ലാതാകുന്നില്ല. അവിടെ ഒരു കാര്യം കൂടുണ്ട്, ആത്മാവ് അലഞ്ഞു നടക്കുന്നില്ല എന്ന് ഗീതയുടെ സിദ്ധാന്തം. ശരീരമില്ലാതെ ആത്മാവ് അലഞ്ഞു നടക്കുന്നില്ല. എപ്രകാരമാണോ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക്, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് ഒക്കെ കടക്കുന്നതിന് ഇടവേള ഇല്ലാതിരിക്കുന്നത്, ഭാഗവതവും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു ശരീരം ദേഹി വിടാൻ തുടങ്ങിയാൽ അടുത്ത ശരീരം ഭഗവാന്റെ സാമ്രാജ്യത്തിൽ റെഡിയാണെന്ന് കണ്ടിട്ടേ വിടുന്നുള്ളൂ, അതുവരെ കിടക്കുകയുള്ളൂ. ശ്രുതിയും ഇത് തന്നെയാണ് പറയുന്നത്. ഭാഗവത് ഉറപ്പിച്ച് പറയുന്നത് തൃണജളൂക ന്യായത്തിൽ എന്നാണ് പറയുന്നത്. തൃണജളൂകം എന്നാണ് പറയുക. തൃണജളൂകം എന്ന് പറഞ്ഞാല് മുല്ലട്ടാന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് അതിന് തോട്ടപ്പുഴു എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. വനപ്രദേശത്തൊക്കെ പോയാല് ഇങ്ങനെ നടക്കുന്ന ഒരു പുഴുവിനെ കാണാം. അതിങ്ങനെ നിൽക്കും ചിലപ്പോൾ പുല്ലിന്റെ അറ്റത്തൊക്കെ. ഇവിടെ പിടിച്ചിട്ട് മാത്രമേ ഇത് വിടുകയുള്ളൂ. ഇങ്ങനെ നിൽക്കുന്ന ഇത് നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലേക്കറി കടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് നടക്കുന്നത് വളരെ ശ്രദ്ധിച്ചാൽ കാണാം, നല്ല രസമാണ്. ഇവിടുന്ന് വിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിക്കണം. ഇവിടെ പിടിച്ചാൽ അവൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ഈ കാല് പറിക്കുന്നത് ഈ കാല് ഉറപ്പിച്ചിട്ടാണ്. ദേഹത്തിൽ നിന്ന് വിടുന്ന സൂക്ഷ്മ ശരീരം, ഈ ദേഹത്തിൽ നിന്ന് വിടുന്ന സൂക്ഷ്മ ശരീരം അടുത്ത ദേഹത്തെ റെഡിയാക്കിയിട്ട് മാത്രമാണ് ഇവിടുന്ന് വിടുന്നത്, ഇല്ലാതെ വിടുന്നില്ല. ഇവിടെ ഒരു സംശയവും കൂടെ വരാം. ഞാൻ വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ശ്രാദ്ധാദി കർമ്മങ്ങൾ, ശ്രാദ്ധം ശ്രദ്ധയിൽ നിന്നുണ്ടാകുന്നതാണ്. ശ്രദ്ധാം ദദാതി, ശ്രദ്ധയെ ഉണ്ടാക്കുന്നതാണ്. പിതൃ അടുത്ത ശരീരമോ മോക്ഷമോ കിട്ടാതെ അലയുന്നത് നമ്മളിലാണ്, മരിച്ചുപോയ ആളിലല്ല. അതുകൊണ്ട് ശ്രാദ്ധാദി കർമ്മങ്ങൾ അനിവാര്യമാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം. എന്റെ അച്ഛൻ എന്റെ മനസ്സിൽ നിന്നാണ് ഇനിയും മോചനം നേടാത്തത്. അതെന്റെ മോക്ഷത്തിന് തടസ്സമാണ്. അതുകൊണ്ട് എന്റെ അച്ഛനെ എന്റെ മനസ്സിൽ നിന്ന് മോക്ഷത്തിലേക്ക് നയിക്കുന്നതിനാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മവും എന്റെ അച്ഛന് പുതിയ ശരീരമൊന്നും കിട്ടില്ല. തർപ്പണം തൃപ്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. എനിക്ക് തൃപ്തി വരാൻ വേണ്ടിയാണ് ഞാൻ തർപ്പണം ചെയ്യുന്നത്, അച്ഛന് വേണ്ടിയല്ല. അച്ഛൻ ആനപ്പുറത്ത് കയറിയതുകൊണ്ട് മകന്റെ പ്രശ്നത്തിൽ തഴമ്പുണ്ടാവാറില്ല. അതുപോലെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ് എന്റെ അച്ഛന് പ്രയോജനമൊന്നും ചെയ്യില്ല. കർമ്മത്തിന്റെ ഫലം ചെയ്യുന്നവനാണ്, കർത്താവിനാണ് കിട്ടേണ്ടത് എപ്പോഴെങ്കിലും. ആ കർമ്മവുമായി മാനസികമായി ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്കും കിട്ടാം. അപ്പോ ശ്രദ്ധ ഉളവാക്കുന്ന, തൃപ്തി വരുത്തുന്ന തർപ്പണ ശ്രാദ്ധാദികളൊക്കെ അനിവാര്യമാണ്, സംശയമില്ല. പക്ഷെ അത് അച്ഛനലഞ്ഞു നടക്കുന്നു കയറ്റാൻ വേണ്ടിയല്ല. നമ്മളുടെ മനസ്സിലെ പിതാവ്, നമ്മുടെ മനസ്സാകുന്ന പിതാവ് അലഞ്ഞു നടക്കുന്നത് മാറുന്നതിന് വേണ്ടിയാണ്.
ശാസ്ത്രത്തിന്റെ രംഗത്ത് എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കാൻ പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആന്തരികമായി അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് തൃണജളൂകന്യായത്തിലാണ്, ഒരിടവേളയില്ല. ഇവിടെ അതിന് പോകുമ്പോൾ പറഞ്ഞത് യഥാ കൗമാരം യൗവനം ജര. അറിവ് വന്നവൻ തന്റെ അടുത്ത ശരീരത്തെ സ്വയം നിയന്ത്രിക്കുകയും അറിവില്ലാത്തവൻ അജ്ഞാനത്തിൽ പ്രകൃതിയുടെ ഇച്ഛയ്ക്കൊത്ത് മാറുകയും ചെയ്യുന്നു. ഇത് മറ്റൊരു ഉദാഹരണത്തിൽ ഗീതയിൽ വീണ്ടും പറയും. വാസാംസി ജീർണാനി യഥാവിഹായ. നമ്മള് മുണ്ടൊക്കെ കീറിയാൽ കടയിൽ പോയി മറ്റൊരു മുണ്ട് വാങ്ങി. മുണ്ടിനെ പറ്റി പഠിച്ചവൻ സ്വയം മുണ്ട് തെരഞ്ഞെടുക്കും, പഠിക്കാത്തവൻ പഠിച്ച ഒരുത്തനെ കൊണ്ടെടുപ്പിക്കും. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുണ്ട് എടുത്തു കൊടുക്കുക. അജ്ഞാനത്തിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ശരീരം അവന് തെരഞ്ഞെടുക്കാനുള്ള യോഗ്യതയില്ല, അവൻ അറിയുന്നില്ല. അവിടെയും ഒരു മുണ്ട് മാറുമ്പോൾ അടുത്ത മുണ്ട് പിടിച്ചുകൊണ്ടാണ് മാറുന്നത്. മുണ്ട് റെഡിയായിട്ടാണ്. ഇടവേള കുറെ നാൾ എന്നാ ഒരു മുണ്ട് കീറിപ്പോയി, കുറെ നാൾ മുണ്ടില്ല നടന്ന് കളയാം എന്നിട്ടല്ല. സോ അവിടെ മുണ്ടിനൊന്നും ഒരു പഞ്ഞമില്ല. ഭഗവാന്റെ സാമ്രാജ്യം ഒക്കെ റെഡിയാണ്. ഇവിടുന്ന് പോകുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അത് തന്റെ ഇടത്തിരുന്നാൽ മതി. അവിടെ ഇഷ്ടം പോലെ കിടക്കുന്നത്. തരാതരം കൈജാമ വേണോ, സ്റ്റോൺ വാഷ് വേണോ, ഓർഗാൻസ സാരി വേണോ, ഷിഫോൺ വേണോ, സെലക്ഷനൊന്നും ഒരു പഞ്ഞമില്ല. ശരീരമൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എത്ര കോടി ശരീരങ്ങളാണ് റെഡിയാക്കിയിരിക്കുന്നത്, എത്രയോ യോനികളിൽ. ഇവിടുന്ന് വിട്ട് കിട്ടിയാൽ മതി. പോകാനുള്ള മടി മാത്രമേ ഉള്ളൂ. കീറിയാലും ഇത് കളയാനുള്ള പ്രശ്നം. ഇത് കീറിക്കഴിഞ്ഞാലും വലിയ പാടാണ് വലിച്ചെറിയാൻ. പക്ഷെ ഇത് വളരെ പഴയതായി. എന്നാലും അവിടെ ഇവിടെയൊക്കെ കൂട്ടിത്തയ്ച്ചു കൊടുക്കാനുള്ളൊരു സുഖം. പുതുത് വാങ്ങിക്കുന്നതിനേക്കാൾ സുഖമാണ് നമുക്ക് മമതയുള്ള അത് അവിടെ ഇവിടെയൊക്കെ തയ്ച്ചും ഒട്ടിച്ചും ഒക്കെ ഉടുക്കാനുള്ളൊരു ശ്രമം. അപ്പൊ അതുകൊണ്ട് അലഞ്ഞു നടക്കുന്നില്ല ആത്മാവ്. ഇത് വളരെ ഭംഗിയായി പറഞ്ഞു. അപ്പൊ ആത്മാവിനെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗം മുഴുവൻ പഠിപ്പിക്കുന്നത്. ശരീരത്തെ കുറിച്ചല്ല. നോക്കണം, യുദ്ധത്തിന് ആത്മാവുമായിട്ട് എന്ത് ബന്ധമാവുള്ളത്? യുദ്ധവും ആത്മാവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ അർജുനനെ തന്റെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആദ്യം ഭഗവാൻ ആത്മാവിനെയും ശരീരത്തെയും പൃഥക്കരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. വേറിട്ട് അർജുന, ഇല്ലാത്തതൊന്നും പുതുതായി ഉണ്ടാവില്ല, ഉള്ളതൊന്നും ഇല്ലാതെയാവുകയില്ല. വളരെ ഭംഗിയായി ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഒന്നും നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരവിദുഷ്ടോന്തസ്തനയോ തത്വദർശിഭി. ശൂന്യത്തിൽ നിന്ന് യാതൊന്നും ഭഗവാൻ പോലും ഉണ്ടാക്കുന്നില്ല. പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പരമപുരുഷൻ പോലും സഹായം തേടുന്നു. പരാനപേക്ഷം പ്രാണിക്കമരൻ പഴുതിൽ ഒരിടത്തും പേർത്തും തമ്മിൽ പൃഥ്വ തേജോ വായുവാകാശങ്ങൾ പിണയിപ്പു മേന്മേൽ സൃഷ്ടിയിൽ ഈശൻ വിരിപ്പു സംഹൃതിയിൽ എന്ന് പ്രേമസംഗീതത്തിൽ പറയുന്ന പോലെ പ്രപഞ്ചഘടനയിൽ സഹായം ആവശ്യമാണ്. മായയുടെ അജ്ഞാനം കൊണ്ടായി പ്രപഞ്ചം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രപഞ്ചമില്ല. ഉള്ളത് ഈ ആത്മാവ് മാത്രമാണ്.